എൻ വി സിനിമാസിൻ്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ഒരു സിനിമയാണല്ലോ കൂലി എന്ന മൂവി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടറായ ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടനിൽ ഒരാളായ രജനീകാന്ത് നായകനായി എത്തിയ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സിനിമ ഇന്ന് ഓഗസ്റ്റ് 14-ാം തീയതി വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിൽ ഇന്നാണ് സിനിമ റിലീസ് ചെയ്തത്. നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ലോകേഷ് കനകരാജിൻ്റെ ബാക്കിയുള്ള എല്ലാ സിനിമകളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും താഴ്ന്നൊരു തട്ടിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് ഈ കൂലി എന്ന സിനിമയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. നമ്മളൊരു വലിയൊരു പവർ ഹൗസ് ചിന്തിച്ചു പോകുന്നവർക്ക് തികച്ചും ഒരു നിരാശയാണ് സിനിമ പങ്കുവെക്കുന്നത്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ആവറേജ് ഒരു ഓക്കെ ഡീസൻ്റ് അഭിപ്രായം മാത്രമാണ്. സെക്കൻഡ് ഹാഫിലാണ് സിനിമ പിന്നെ ഒന്ന് ബൂസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. അമീർ ഖാനും അതേപോലെ തന്നെ മലയാളത്തിലെ മികച്ച നടനായ സൗബിന് ഈ സിനിമയിൽ നല്ലൊരു റോളുണ്ട്. അനിരുദ്ധിൻ്റെ BGM, അതേപോലെ തന്നെ ലോകേഷിൻ്റെ മേക്കിംഗ്, രജനീകാന്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, ഇതുകൊണ്ടെല്ലാം സിനിമ ഒരു താഴെ തട്ടിലേക്ക് പോവാതെ ഒരു ആവറേജ് ഡീസൻ്റ് അഭിപ്രായത്തിലാണ് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിരിക്കുന്നത്. ലോകേഷിൻ്റെ പഴയ സിനിമകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ആവറേജ് അഭിപ്രായം മാത്രമാണ് നമുക്ക് തോന്നുക. അതേപോലെ തന്നെ ഒരു ജയിലറെല്ലാം പ്രതീക്ഷിച്ച് പോകുന്ന രജനി ഫാൻസിന് തികച്ചും സിനിമ ഒരു നിരാശയാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അത്ര താഴ്ന്ന തട്ടിലേക്കും സിനിമ പോയിട്ടില്ല. ഒരു ആവറേജിന് മുകളിൽ ഒരു നോർമൽ ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് തോന്നിയത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമയുടെ കളക്ഷനും അതേപോലെ തന്നെ കുതിച്ചു പോവുകയാണ്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കളക്ഷൻ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി. എല്ലാ കൂട്ടുകാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.